ഹലോ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സേവ് ആപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് ഡ്രീംസ് സെറ്റ് ചെയ്യുക. നമ്മൾ ഗോൾസ് ഡ്രീംസ് അറിയാം, അതെങ്ങനെയാണ് സേവ് ആപ്പിലൂടെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രീം എന്താണ്. നമ്മൾ സ്വപ്നങ്ങൾ, ഡ്രീംസ് പല ആളുകൾക്കും പല പല ഡ്രീംസുകളായിരിക്കും, സ്വപ്നങ്ങളായിരിക്കും. ചില ആളുകൾക്ക് നല്ലൊരു വാഹനങ്ങൾ മേടിക്കണം, ചില ആളുകൾക്കാണെങ്കിൽ നല്ലൊരു വീട് വീട്, പല ആളുകൾ പിന്നെ ഈ വേൾഡ് മൊത്തം ടൂറ് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പല ആൾക്കും പല പല ഡ്രീംസുകളായിരിക്കാം. പക്ഷേ നമുക്ക് ആ ഡ്രീംസിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ എനിക്കൊരു കാർ മേടിക്കണം, ഒരു വീട് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം എമൗണ്ട് ക്യാഷ് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഡ്രീംസിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നമ്മുടെ സേവ് ആപ്പ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രീം എന്ന ഈ ഓപ്ഷനിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മൈ ലൈഫിൽ കണ്ടില്ല, ടാസ്കിൻ്റെ ഡയറി ഡ്രീം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഡ്രീം ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഡ്രീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി. ഈ താഴെ കണ്ടില്ലേ ഒരു റെഡ് പ്ലസ് ബട്ടൺ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ കാണാം സെലക്ട് ടാർഗറ്റ്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്താണ്. ഇതിൽ വെഹിക്കിൾ ഉണ്ട്, ഹോം ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ വെഹിക്കിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ടാർഗറ്റിന് നമുക്കൊരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു വെഹിക്കിൾ, ഒരു കാറാണെങ്കിൽ കാറിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ കാറ് നടിക്കുന്നുണ്ട്. ഓക്കെ, ഈ ടാർഗറ്റ് എമൗണ്ട്, ഈ കാറ് എനിക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഏകദേശം എത്ര എമൗണ്ട് വരും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു 20 ലക്ഷം രൂപയുടെ കാറാണ് മേടിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ കാറ്. ഓക്കെ, 20 ലക്ഷം രൂപ ഞാനിതിൽ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ആഡായി. പിന്നെ സെലക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ സേവ് ആപ്പ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അതിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ സേവ്ഡ് എമൗണ്ട്, നമ്മൾ ഈ ടാർഗറ്റിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സേവ്ഡ് എമൗണ്ട് കൊടുത്തിട്ട് ഇവിടെ എമൗണ്ട് നമുക്ക് അടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ്ഡ് എമൗണ്ടിൽ എമൗണ്ട് ആഡ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ 0 ആണ്. അപ്പോൾ ഞാനത് സേവ്ഡ് എമൗണ്ടിലൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ സെലക്ട് ടാർഗറ്റ് ഡേറ്റ്, നമുക്ക് എന്നാണ് നമ്മുടെ ഈ ഗോളിലേക്ക്, ഈ ഡ്രീംസിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഡേറ്റ് ഉണ്ടാവില്ലേ, 5 വർഷമാണോ 10 വർഷമാണോ എന്നുള്ളൊരു ഡേറ്റ നമ്മളിവിടെ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കലണ്ടർ പോലെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിന് മേലെ കണ്ടില്ല 2025. അപ്പോൾ എനിക്ക് ആ ഇയർ മാറ്റണമെന്നില്ല, ജസ്റ്റ് ആ 2025 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 2020. അപ്പോൾ ഞാൻ 2030 ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. 2030 ജനുവരി 1 എനിക്ക് ജനുവരി 1 ആക്കി എനിക്ക് ആ 20 ലക്ഷം രൂപയുടെ കാറിലേക്ക് എനിക്ക് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഡേറ്റ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, പിന്നെ ആഡ് മൈൽ സ്റ്റോൺ അവിടെ ഒന്നും കൊടുക്കണമെന്നില്ല. ഈ നോട്ട്സിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതവിടെ എഴുതാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ജസ്റ്റ് താഴെ കാണുന്ന ആഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ നെയിം കൊടുത്ത് ഞാൻ കാറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് കാറ് കൊടുത്ത് കാറ്റഗറി വെഹിക്കിൾ കാറ്റഗറിയാണ്. സേവ്ഡ് എമൗണ്ട് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഈ ടാർഗറ്റ് എമൗണ്ട് എന്നുള്ളത് 20 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെയാണ് കാണിക്കുക. ഇനി ഞാനിത് ബാക്കിലോട്ട് അടിച്ചു. ഇനി എനിക്ക് 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വന്നു. ഞാൻ ഈ ഡ്രീംസിലേക്ക്, എൻ്റെ കാറിലേക്ക് ഞാൻ ആ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഡ്രീം ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഓപ്പണായി വന്നല്ലോ. ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി വരും. ഇതിൽ ഞാൻ നേരത്തെ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും. ഇതിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യണം. 1 lakh ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ എന്തത് താഴെ കണ്ടില്ല ആഡ് എമൗണ്ട്, ജസ്റ്റ് ആഡ് എമൗണ്ട് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് 1 lakh ഞാൻ മേടിക്കുന്നു. കണ്ടാ 1 lakh ഞാൻ എഴുതിയതാ ഇൻസേർട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ 1 lakh ഇവിടെ ആഡായി. ടോട്ടൽ ആഡഡ് എമൗണ്ട് 0 എന്നിടത്ത് ഇപ്പോൾ എന്തായി 1 lakh ആയി. ഇവിടെ നോക്കിയാൽ ഈ ഒരു റൗണ്ട് കണ്ടില്ലേ, ഈ റൗണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എമൗണ്ട് ഫില്ലായി എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ 1 lakh കൊടുത്തപ്പോൾ ഒരു 5%
ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. 5% എൻ്റെ ഡ്രീംസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വീണ്ടും ഇങ്ങനെ അമൗണ്ടുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് അമൗണ്ട് കൊടുക്കുക. ഇനി വീണ്ടും ഞാനൊരു 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് വിചാരിക്കാം. ജസ്റ്റ് കാണിക്കാം കേട്ടോ. 2 ലക്ഷം രൂപ കാണുമ്പോൾ ഞാൻ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം എൻ്റെ ടോട്ടൽ ആഡഡ് അമൗണ്ട് 3 ലക്ഷമായി. ഇത് ഞാൻ എൻ്റെ ഗോൾസിലേക്ക്, എൻ്റെ ഡ്രീംസിലേക്ക് 15% ഞാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, അതിലേക്ക് എമൗണ്ടുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡ്രീംസ് ക്ലിക്ക് ചെയ്യുക, എമൗണ്ട് എത്രയാണോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.